ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടോടി, ആനന്ദവല്ലിയുടെ പദ്ധതി വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നീ കണ്ടോണ്ടിരിക്കുന്നത്. തന്റെ അടിയും തന്നിഷ്ടക്കാരിയുമായ വന്ദനയെ ഈ ആനന്ദവല്ലി ഒരു സന്യാസിനെ ആക്കിയില്ലേ? ഇനി അവള് ശേഷിച്ച ജീവിതം പൂജയും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞോളും. അപ്പച്ചി, ഈ 41 ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോവും. അതിനിടയില് ജഗനും വന്ദനയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാനാവാത്ത വിധത്തിൽ പിരിഞ്ഞിരിക്കണം. ജഗനിൽ ഏഷണയുടെ ഉഗ്രവിഷം തന്നെ കുത്തിവെക്കണം. അറിയാം, ആ വിഷം നീ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. വന്ദന എന്ന പേര് കേട്ടാൽ ജഗൻ അറയ്ക്കുന്ന തരത്തിലേക്ക് ഞാൻ അവനെ എത്തിക്കും. എന്നിട്ടേ ആനന്ദവല്ലിക്ക് വിശ്രമമുള്ളൂ. അപ്പച്ചി, ജഗൻ വരുന്നു. നീ പോരെ, അവനിപ്പോ നമ്മളെ കാണണ്ട. എന്താ ദിയമോളെ ഇത്? നിന്റെ വന്ദനാമയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഈ നേരത്താണോ ഈ പൂജയും പ്രാർത്ഥനയൊക്കെ? അത് ശരിയാണല്ലോ അങ്കിളെ. ഈ വന്ദനമ്മ എന്താ സന്യസിക്കാൻ പോവാണോ? മോളെ, വന്ദനാമ്മ അങ്കിളിനോട് അധികം മിണ്ടുന്നില്ല. മോളെ, വന്ദനാമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് മോള് സൂത്രത്തിൽ നിന്ന് ചോദിക്കൂ. അങ്കിള് അങ്ങോട്ട് മാറി നിൽക്കാം. മോള് ചെല്ല്. വന്ദനമ്മ ദിയമ്മളെ കണ്ടില്ലേ? വന്ദനമ്മയ്ക്ക് എന്ത് പറ്റി? ദിയമ്മളോട് പിണക്കാണോ? വന്ദനമ്മ എന്തിനാ ഈ രാത്രിയില് ദൈവത്തിനെ തൊഴുന്നേ? ദൈവത്തിനെ തൊഴാനൊക്കെ ഒരു സമയമുണ്ടെന്ന് സൂസി മിസ് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ കയറി തലയിടാൻ നിൽക്കണ്ട. കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി. എന്തായി മോളെ? ഒന്നും പറയുന്നില്ല. മാനത്തെ കൊട്ട